അപ്സ്റ്റോക്സിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു SLM ഓർഡർ അല്ലെങ്കിൽ SL ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ളതായിട്ട് നോക്കാം. എന്താണ് SLM ഓർഡർ അല്ലെങ്കിൽ SL ലിമിറ്റ് ഓർഡർ എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് അതൊന്ന് റീകോപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ITCയുടെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് വരികയാണ്. സോ ഞാനിവിടെ ITC എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു. ദെൻ ഞാനിവിടെ ITC ബൈ കൊടുക്കുന്നു. ബൈയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ഓർഡറിൽ ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ഓർഡറായി. അതായത് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ഈ ITCന്റെ സ്റ്റോക്സിനെ ബൈ ചെയ്യാം. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റ് ഓർഡർ മാറ്റിയിട്ടൊന്ന് ലിമിറ്റ് ഓർഡർ ആക്കിയാൽ മതി. ഈ ഒരു ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെയുള്ള ഒരു പ്രൈസിൽ ബൈ ചെയ്യാം. ഇപ്പൊ മാർക്കറ്റ് 403 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു 400 രൂപക്ക് ബൈ ചെയ്താൽ മതി എങ്കിൽ ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് 400 എന്ന് ടൈപ്പ് ചെയ്തെടുത്തിട്ട് ബൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 400 എത്തുമ്പോഴേ ബൈ ആവുള്ളൂ. എന്നാൽ എനിക്കിവിടെ ITCന്റെ സ്റ്റോക്ക് ബൈ ചെയ്യേണ്ടത് 405 രൂപയിലെത്തുമ്പോഴാണ്. കുറച്ചും കൂടെ ഹയർ പ്രൈസിലെത്തുമ്പോൾ ബൈ ചെയ്യണം. നോർമലി നമ്മൾ ഇതൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ യൂസ് ചെയ്യുക. ബട്ട് ഈ ഓർഡറിന് മറ്റൊരു അപ്ലിക്കേഷനും കൂടെ ഉണ്ട്. മാർക്കറ്റ് പ്രൈസിന് മുകളിൽ എത്തുമ്പോൾ ബൈ ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഓർഡർ യൂസ് ചെയ്യാം. എന്താണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ അല്ലെങ്കിൽ SL ഓർഡർ എന്ന് പറയും. ചില ബ്രോക്കേഴ്സിൽ SLMKT ഓർഡർ, SLM ഓർഡർ എന്നൊക്കെ പറയും. എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എനിക്ക് ITCന്റെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ മുകളിൽ എത്തുമ്പോൾ, ഇപ്പൊ 403 രൂപക്കാണ് ട്രേഡ് ചെയ്യുന്നത്, ഒരു 405 രൂപയിൽ എത്തുമ്പോൾ ബൈ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഓക്കെ, അപ്പൊ സ്റ്റോപ്പ് ലോസ് ഓർഡർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഒരു ട്രിഗർ പ്രൈസും ഒരു ലിമിറ്റ് പ്രൈസും. ഓക്കെ, എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ? ഞാൻ പറയാണ്, എനിക്ക് ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്യണം. ബൈ ചെയ്യേണ്ടത് 405 രൂപയിൽ എത്തുമ്പോഴാണ്. അപ്പൊ എനിക്ക് ട്രിഗർ പ്രൈസിന്റെ അവിടെ 405 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് 405 എത്തുമ്പോൾ മാത്രമേ എന്റെ ഓർഡർ അവിടെ ട്രിഗർ ആവുള്ളൂ. ദെൻ എനിക്കൊരു ലിമിറ്റ് പ്രൈസിനെ ലിമിറ്റ് ചെയ്യും കൂടെ ചെയ്യാം. 405 എത്തുമ്പോൾ ബൈ ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരിക്കലും 406 മുകളിൽ പോയിട്ട് ബൈ ആവരുത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ 406 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് പ്രൈസിന്റെ അവിടെ ഞാനിവിടെ 406 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് 402 രൂപയിൽ അല്ലെങ്കിൽ 402.9 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇങ്ങനെ വില കൂടി 405 എത്തുമ്പോൾ നമ്മുടെ ഓർഡർ ട്രിഗർ ആകും. ഒരിക്കലും 406 എന്നുള്ളൊരു പ്രൈസിന് മുകളിലേക്ക് പോവില്ല. അപ്പൊ അങ്ങനെ ലിമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലിമിറ്റ് കൂടെ എനേബിൾ ചെയ്യാം. SL ലിമിറ്റ് ഓർഡർ എന്ന് പറയും. മറ്റു ബ്രോക്കേഴ്സിലൊക്കെ SL ലിമിറ്റ് ഓർഡർ എന്നാണ് ഈ ഓർഡറിന് പറയാം. നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ഈ ലിമിറ്റ് ഓർഡറിന് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആരോ മാർക്കിൽ ഞാനൊന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവിടെ ലിമിറ്റ് ഓർഡർ കൊടുക്കണം എന്നില്ല. വെറും ട്രിഗർ പ്രൈസ് മാത്രം കൊടുക്കാം. അതായത് ഇപ്പൊ 402 രൂപക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ITCയുടെ സ്റ്റോക്കിന്റെ വില കൂടി 405 രൂപയിൽ എത്തുന്ന സമയത്ത് ഓർഡർ എക്സിക്യൂട്ട് ആവും. ഞാനിവിടെ കണ്ടോ ബൈ റിവ്യൂ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഓർഡർ അവിടെ പ്ലേസ്ഡ് ആയി. ഓപ്പൺ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ITCയുടെ സ്റ്റോക്ക് ഞാൻ ബൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസിലല്ല, മാർക്കറ്റ് പ്രൈസിന് താഴെയുമല്ല, മാർക്കറ്റ് പ്രൈസിന് മുകളിൽ എത്തുമ്പോൾ. ആക്ച്വലി സ്റ്റോപ്പ് ലോസ് ഓർഡർ എൻ്റർ ചെയ്തൊരു പൊസിഷന് സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് നോർമലി ഉപയോഗിക്കാറുള്ളത്. ബട്ട് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ എത്തുമ്പോൾ ബൈ ചെയ്യാനും വേണമെങ്കിൽ ഈ ഓർഡർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 405 ഒരു മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ 405 എത്തുമ്പോൾ ബൈ ചെയ്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ 405 ഇതുപോലെ SL ഓർഡർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ബൈയിന്റെ കേസാണ്. നമുക്ക് ഇനി സെല്ലിന്റെ കേസിലും വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടെ ITC ഒന്ന് സെല്ല് ചെയ്ത് കാണിച്ചു തരാം. ITCന്റെ സ്റ്റോക്ക് ഞാനിവിടെ സെലക്ട് ചെയ്തെടുക്കുന്നു. ITCനെ സെല്ല് ചെയ്യാനാണ് ഞാൻ വരുന്നത്. സെല്ല് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്താൽ മതി എങ്കിൽ എനിക്കിവിടെ ഈ സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ട് വെറും മാർക്കറ്റ് മാത്രം ആക്കി കൊടുത്താൽ മതി. ഓക്കെ, എനിക്ക് മാർക്കറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യണ്ട, മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലിമിറ്റ് ഓർഡർ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, എനിക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴെ സെല്ല് ചെയ്യണമെങ്കിലോ അതിന് ഇനി നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചിട്ട് പുതിയൊരു എൻട്രി എടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റോപ്പ് ലോസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അഗെയിൻ ട്രിഗറും ലിമിറ്റും. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് സെല്ല് ചെയ്യേണ്ടത് 400 രൂപക്കാണ്.
അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ട്രിഗർ പ്രൈസിന്റെ അവിടെ 400 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ ഒരു ട്രിഗർ പ്രൈസിന് തൊട്ട് താഴെ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ലിമിറ്റ് ചെയ്ത് വെക്കാം. 400 എത്തുമ്പോൾ സെല്ല് ചെയ്തോളൂ, ഒരിക്കലും 399 താഴെ പോയിട്ട് സെല്ലാവരുത്. അപ്പോൾ 400-നേക്കാൾ തൊട്ട് താഴെയുള്ള ഒരു പ്രൈസിന് എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 400 എത്തുമ്പോൾ എൻ്റെ ഓർഡർ ട്രിഗർ ആയിക്കോളൂ, ഒരിക്കലും 399 താഴെ പോയിട്ട് സെല്ലാവരുത്. അങ്ങനെ ലിമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ വേണ്ട, ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ മതിയെങ്കിൽ ഈ 400 എത്തുമ്പോൾ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ആവണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെറും ട്രിഗർ പ്രൈസ് മാത്രം സെറ്റ് ചെയ്തിട്ട് റിവ്യൂ സെൽ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർഡർ ഇവിടെ ഓപ്പൺ ഓർഡേഴ്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ITC ഞാനിവിടെ സെല്ല് ചെയ്യാനും വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് സെല്ല് ചെയ്യുന്നത്, വില കുറഞ്ഞ് 400 എത്തുമ്പോൾ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആണ്. ഓക്കെ, അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം, ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് പ്രൈസിന് താഴെ ബൈ ചെയ്യാം, മുകളിൽ സെല്ല് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ ബൈ ചെയ്യാനും മാർക്കറ്റ് പ്രൈസിന് താഴെ സെല്ല് ചെയ്യാനുമുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്.